أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ളുഹ തഫ്സീറുൽ ഖുർത്തുബിയാണ്. നമുക്ക് ഖുർത്തുബിയിൽ എന്താ പറയുന്നത് പരിശോധിക്കാം. തഫ്സീർ തൊബരി, അതുപോലെ തന്നെ ഇബ്നു കസീറൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സൂറത്തുൽ ളുഹ മക്കിയത്തുൻ ബിത്തിഫാഖ്, ഏകോപന അഭിപ്രായ പ്രകാരം അത് മക്കിയ തന്നെയാണ്. വഹിയ 11 ആയത്തൻ, അത് 11 ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹ, ളുഹ സമയത്ത് തന്നെ സത്യം, അല്ലെങ്കിൽ പകല് തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ തന്നെ സത്യം. ഇദാ സജാ, അത് വന്നാൽ അല്ലെങ്കിൽ അത് പോയാൽ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഖൗലു തആല, അല്ലാഹുവിന്റെ ഖൗല്. വല്ളുഹ വല്ലൈലി ഇദാ സജാ എന്ന് പറയും. ഖദ് തഖദ്ദമൽ ഖൗലു ഫിൽ ളുഹ, ളുഹയുടെ അർത്ഥത്തിൽ ഖൗല് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. വൽ മുറാദ് ബിഹിൻ നഹാർ, അതുകൊണ്ടുള്ള ഉദ്ദേശം പകലാണ് ഉദ്ദേശം. ലിഖൗലിഹി വല്ലൈലി ഇദാ സജാ, അല്ലാഹു പറഞ്ഞല്ലോ വല്ലൈലി ഇദാ സജാ, രാത്രിയെ തന്നെ സത്യം. ഇദാ സജാ ഫഖാബലഹു ബില്ലൈൽ, അപ്പൊ രാത്രി കൊണ്ട് അതിനെന്ത് ചെയ്തു? രാത്രി കൊണ്ട് അതിനെ നേരിട്ടു. വല്ളുഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ വല്ലൈലി ഇദാ സജാ എന്നല്ല പറയും. അപ്പൊ വല്ളുഹ എന്ന് പറഞ്ഞ പകലാണ്. പിന്നെ അതിനുശേഷം അതിനെതിരായിട്ട് വല്ലൈലി എന്ന് പറയുന്നുണ്ടല്ലോ. വഫീ സൂറത്തുൽ അറാഫ്, അറാഫ് സൂറത്തിലുണ്ട്. അഫ അമിന അഹ്ലുൽ ഖുറാ യഅതിഹും ബാസുനാ ബയാതൻ വഹും നായിമൂൻ. അഫ അമിന അഹ്ലുൽ ഖുറാ യഅതിഹും ബാസുനാ ളുഹൻ, ഇവിടെ ളുഹൻ എന്ന് പറഞ്ഞില്ലേ. വഹും യൽഅബൂൻ, അവിടെ ഐ നഹാർ, പകല് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ശിക്ഷ വരൽ, പകലിൽ വരൽ എന്നപ്പോ നഹാറൻ എന്നവിടെ പറഞ്ഞ അർത്ഥം ളുഹാക്ക്. അപ്പൊ ളുഹ എന്ന് പറഞ്ഞ പകലാണ് ഉദ്ദേശം. വഖാല ഖതാദതു വമുഖാതിലും വജഅഫറു സ്വാദിഖ്, ഇവര് പറഞ്ഞു അഖ്സമ ബിൽളുഹ, അല്ലാഹു ളുഹ കൊണ്ട് സത്യം ചെയ്തു. അല്ലദീ കല്ലമല്ലാഹു ബി മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സംസാരിച്ച ളുഹ, ആ പകല് കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. വബി ലൈലത്തിൽ മിഅ്റാജ്, അതുപോലെ തന്നെ മിഅ്റാജിന്റെ രാത്രി കൊണ്ടും സത്യം ചെയ്തു എന്ന് ഇവർ മൂന്നുപേരും പറഞ്ഞു. ഖതാദയും മുഖാബിലും ജഅഫറു സ്വാദിഖും പറഞ്ഞു. വഖീല പറയപ്പെടുന്നു ഹിയ സാത്തുല്ലതി ഖറ ഫീഹ സഹറത്തു സുജ്ജദൻ, സാഹിരീങ്ങൾ സുജൂദ് ചെയ്ത് വീഴുന്ന സമയമാണ്. ഹിയ സാത്തുല്ലതി ഖറ ഫീഹ സഹറത്തു സുജ്ജദൻ. ബയാനുഹു, അതിന്റെ ബയാനാണ് ഖൗലുല്ലാഹു തആല വയുഹ്ശറന്നാസു ളുഹൻ, ജനങ്ങളെ ളുഹയിൽ ഒരുമിച്ച് കൂട്ടാം. وقال أهل المعاني فيه وفي أمثاله فيه ضمارا ومجازه ورب اللحى. മആനീന്റെ അഹ്ലുകാർ പറഞ്ഞിട്ടുണ്ട് ഫീഹി വഫി, ഇതുപോലത്തതിൽ ഇതിന്റെ ഉപമകളിലും ഫീഹി ളുമാറുണ്ട്. വമജാസുഹു വറബ്ബിൽ ളുഹാ, ളുഹയുടെ റബ്ബിനെ തന്നെ സത്യം, അങ്ങനെയും ആകാം. ഇനി സജാ എന്ന് വെച്ചാൽ മാനാഹു സക്കന, അടങ്ങിയാൽ. വല്ലൈലി ഇദാ സജാ, രാത്രി സക്കന, അത് അടങ്ങിയാൽ എന്നർത്ഥം. ഖാലു ഖതാദ വ മുജാഹിദ് വ ഇബ്നു സൈദ് വ ഇക്രീമ, ഇവരതിനെ പറഞ്ഞു. യുഖാലു പറയപ്പെടാറുണ്ട് ലൈലത്തുൻ സാജിയത്തുൻ എന്ന് പറയുന്നത് സാക്കിനത്തുൻ, അടങ്ങിയ രാത്രി. വയുഖാലു ലിൽ ഐനി ഇദാ സക്കന തർഫുഹ, സാജിയ എന്ന് പറയും കണ്ണിനെ പറ്റി. ഇദാ സക്കന തൊറഫുഹ, അതിന്റെ തൊറഫ് അടങ്ങിയാൽ. യുഖാലു സജല്ലൈലു യസ്തു സജുവൻ ഇദാ സക്കന, സജല്ലൈലു എന്ന് പറയാറുണ്ടല്ലോ, ഇദാ സക്കന, അത് അടങ്ങിയാൽ. വൽ ബഹ്റു ഇദാ സജ സക്കന, ബഹ്റു ഇദാ സജ എന്ന് പറഞ്ഞാൽ സക്കന, അടങ്ങുക, കടല് അടങ്ങിയാൽ, ശാന്തമായാൽ എന്നർത്ഥം. കാലൽ ആയിഷ പറഞ്ഞു ഫമാദംബുന അൻജാശ ബഹ്റുബ്നു അമ്മിക്കും വബഹ്റുക സാജിൻ മാ യുവാരിദ്ദാമിസ്വാ, അവിടെ ബഹ്റുക സാജിൻ എന്ന് പറഞ്ഞു. വഖാല റാജിസ് പറഞ്ഞു യാ ഹബ്ബദൽ ഖംറാ വല്ലൈലു സാജി വതുർഖും മിസ്ലു മിൽഇൻ നിസാജി. വഖാല ജരീർ പറഞ്ഞു വലഖദ് റമൈനക യൗമ റൂഹിൻ ബിഅയുനി യൻളുർന മിൻ ഖിലലി സുതൂരി സവാജി, അവിടെ സവാജി
ഭാഷ വിശദീകരിച്ചാണ്. വഖാല ദഹ്ഹാക്ക് പറഞ്ഞു സജാൻസ ഒത്താത് മൂടിയാൽ, ഒത്താകുല്ല ചെയ്യൽ രാത്രി എല്ലാ വസ്തുക്കളെയും മൂടിയാൽ പൊതിഞ്ഞാൽ. ഖാലൽ അസ്മാഇ പറഞ്ഞു സജുവുല്ല എന്ന് വെച്ചാൽ തഗ്തിയതുഹു നഹാറ, ഇത് പകലിനെ മൂടുക എന്നാണ്. മിസ്ല മാ യുസജ്ജിൽ റജുലു ബിസൗബി, റജുല് വസ്ത്രം കൊണ്ട് മൂടുന്ന പോലെ. വഖാലൽ ഹസൻ പറഞ്ഞു വശിയ ബിളലാമി, ഇരുട്ട് കൊണ്ടതും പൊതിഞ്ഞാൽ. വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു വൻഹു, അദ്ദേഹത്തോട് ഇതാ ദഹബാന്ന് ഉണ്ടർത്ഥം, അത് പോയാൽ, രാത്രി പോയാൽ. വാൻഹു ഐദൻ, ഇബ്നു അബ്ബാസ് വീണ്ടും പറയും ഇതാ അവലമ, അത് രാത്രി ഇരുട്ടായാൽ. അപ്പൊ സജത്ത് പല അർത്ഥമായി. വഖാല സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു അക്ബർ, അത് മുന്നിട്ടാൽ. വറബിയാൻ ഖതാദത ഐദൻ, വീണ്ടും ഖതാദത്തോട് റിവായത്തപ്പെട്ടു വറബുനു അബീ നജീഹിൻ അൻ മുജാഹിദ് സജസ്തവ, സജാദ ഇസ്തവ, അത് ചൊവ്വായാൽ. വൽ ഖൗൽ അവൽ അശ്റഫ് മിനൽ ലുഗത്തി, ലുഗത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ആദ്യം പറഞ്ഞതാണ് അടങ്ങുക എന്നർത്ഥം. സജാ സക്കന എന്നർത്ഥം. ഐ സക്കനൻ നാസു ഫീഹി, അങ്ങനെ അർത്ഥം. രാത്രി, ആ രാത്രിയിൽ ജനങ്ങൾ എന്തായി ശാന്തരായാൽ, അടങ്ങിയാൽ. കമാ യുഖാൽ നഹാറുൻ സായിമുൻ വലൈലുൻ ഖായിമുൻ എന്ന് പറയാറുണ്ടല്ലോ. ഇനി വഖീല പറയപ്പെട്ടു നഹാറുൻ സായിമുൻ വെച്ചാൽ നോമ്പുകാരനായ പകൽ, നോമ്പുകാരൻ ജനങ്ങൾ പകലിൽ നോമ്പുകാരാണ് ജനങ്ങൾ. വലൈലുൻ ഖായിമുൻ, ഖായിമായ ലൈൽ എന്ന് പറയും. വഖീല പറയപ്പെട്ടു സുകൂനുഹു ഇസ്തിഖ്റാറു വലാമി വസ്തിബാഉഹു, അതിന്റെ അടക്കം എന്താണ്? ഇസ്തിഖ്റാറു വലാമി, അതിന്റെ ഇരുട്ട് സ്ഥിരമാകലും അത് ചൊവ്വാകലുമാണ്. വയഖാലു പറയപ്പെട്ടു വല്ലുഹ വല്ലൈലി ഇദാ സജ, യാനി ഇബാദഹുല്ലദീന യഅബുദൂനഹു ഫി വഖ്തിൽ ളുഹാ, ഇബാദഹുല്ലദീന യഅബുദു, അല്ലാഹുവിനെ ആരാധിക്കുന്നവന്റെ അടിമകൾ ളുഹയുടെ സമയത്ത്. വൈബാദഹുല്ലദീന യഅബുദൂനഹു ബില്ലൈലി ഇദാ അളലം, രാത്രി ഇരുട്ടായാൽ അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നവന്റെ അടിമകൾ എന്നാണ് ഉദ്ദേശം. വയഖാലു അൽളുഹാ യഅനി നൂറുൽ ജന്നത്തി, സ്വർഗത്തിന്റെ പ്രകാശമാണ്. ഇതാ തുനുവിറ, പ്രകാശിപ്പിക്കപ്പെട്ട. വല്ലരിദാ സജ, രാത്രിയെ തന്നെ സത്യദാ സജ അടങ്ങിയ. ഐ യാനി ദുൽമത്തൽ ലൈലി ഇദാ അളലം, രാത്രിയുടെ ഇരുട്ട് അത് ഇരുട്ടായ. വയഖാലു അൽളുഹാ യഅനി നൂറല്ലദീ ഫീ ഖുലൂബിൽ ആരിഫീന കൈഹത്തിൻ നഹാർ, അല്ലാഹു യഅനി അന്നൂറല്ലദീ ഫീ ഖുലൂബിൽ ആരിഫീന, പ്രകാശമാണ് ആരിഫീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള പ്രകാശം. കൈഹത്തിൻ നഹാരി, പകലിന്റെ രൂപം പോലെ, പകലിന്റെ ഹൈഹത്തിലുള്ള ആരിഫീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള പ്രകാശമാണ് ഉദ്ദേശം പറയപ്പെട്ടു. വല്ലൈലി ഇദാ സജ യഅനി അസ്സവാദല്ലദീ ഫീ ഖുലൂബിൽ കാഫിരിൻ കൈഹത്തിൽ ലൈൽ, രാത്രിയുടെ ഹൈഹത്ത് രൂപത്തിലുള്ള കാഫിരീങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഇരുട്ടാണ് ഉദ്ദേശം. അല്ലാഹു തആല ഈ വസ്തുക്കളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറയും മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല. ഈ ഹാദാ ജവാബുൽ ഖസം, ഇത് ഖസമിന്റെ ജവാബാണ്. വകാന ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അബ്താ അലൻ നബി, നബിയുടെ മേൽ പിന്തി. ഫഖാലൽ മുശ്രികൂന, മുശ്രിക്കീങ്ങൾ പറഞ്ഞു ഖലാഹുല്ലാഹു വദ്ദഅഹു, അല്ലാഹു നബിയെ ഒഴിവാക്കി എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ടു, അള്ളാഹു നബിയോട് ദേഷ്യപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്തു. അപ്പോഴാണ് നസലത്തിൽ ഈ ആയത്തിറങ്ങി. വഖാല ഇബ്നു ജുറൈജ് പറഞ്ഞു ഇഹ്തബസൻഹുൽ വഹ്യു 12 യൗമൻ, 11 ദിവസം നബിയെ തൊട്ട് വഹ്യ് പിന്തി. വഖാല ഇബ്നു അബ്ബാസ് പറയാണ് 15 യൗമൻ, 15 ദിവസം. വഖീല 25 യൗമൻ, അല്ല പറയപ്പെട്ടു 25 ദിവസം. വഖാല മുഖാത്തിൽ 40 യൗമൻ, അല്ല 40 ആണെന്ന്, 40 ദിവസമാണ് മുഖാത്തിൽ പറഞ്ഞു. ഫഖാല മുശ്രിക്കുകൾ പറഞ്ഞു ഇന്ന മുഹമ്മദൻ വദ്ദഹു റബ്ബുഹു ഖലാഹു, മുഹമ്മദിനെ റബ്ബ് ഒഴിവാക്കി, മുഹമ്മദിനോട് റബ്ബ് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. വലൗകാന അംറുഹു മിനല്ലാഹി ലതാബ അലൈഹി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം അള്ളാഹുവിൽ നിന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ താബ അലൈഹി, അത് അദ്ദേഹത്തിന്റെ മേൽ തുടർന്നു വന്നേനെ എന്ന് പറഞ്ഞു. കമാകാന യഫ്അലുമൻകാന ഖബ്ലഹു മിനൽ അംബിയായി, മുൻപുള്ള അമ്പിയാക്കൾക്ക് കൊണ്ട് അള്ളാഹ് പ്രവർത്തിച്ചതുപോലെ എന്ന് പറഞ്ഞു. വഫിൽ ബുഖാരിയിലുണ്ട് ജുന്ദുബിന് സുഫിയാനെ തൊട്ട് ഖാല, അദ്ദേഹം പറയണം ജുന്ദുബിന് സുഫിയാൻ ഇസ്തഖ റസൂലുള്ളാഹി, നബി തങ്ങൾ എന്ത് ചെയ്തു? ഇസ്തഖ, അവലാദി ബോധിപ്പിച്ചു. ഫലം യഖും ലൈലത്തൈനി വസലാസൻ, 2 or 3 ദിവസം നബി നിന്നില്ല.
അങ്ങനെ ഫജാഅത്ത് ഇംറാത്തുൻ ഫഖാലത്ത്, അങ്ങനെ ഒരു പെണ്ണ് വന്ന് നബിയോട് പറഞ്ഞു, യാ മുഹമ്മദേ ഇന്നി ല അർജു, തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്ന യക്കൂന ശൈത്വാനക അത് തറക്കുക, അങ്ങയുടെ ശൈത്വാൻ അങ്ങേ ഉപേക്ഷിച്ചതായിട്ട്. ലം അർഹു ഖുറൂബക മുൻദു ലൈലത്തൈനി ഔ സലാസിൻ, ലം അറഹു ഖുറൂബക അങ്ങയോട് അടുക്കൽ ഞാൻ കണ്ടില്ല, അവനെ കാണുന്നില്ല 2 ദിവസം 2 രാത്രിയായിട്ടോ അല്ലെങ്കിൽ സലാസിനോ 3 രാത്രിയായിട്ട് കാണുന്നില്ലല്ലോ. ഫഅൻസലല്ലാഹു അസ്സ വജല്ല വദ്ദുഹ, അപ്പോഴാണ് അല്ലാഹു ഇത് ഇറക്കിയത്, വദ്ദുഹ വല്ലൈദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. വഫി തിർമിദിയിലുണ്ട് അൻ ജുന്ദുബിനു ബജലിയ തൊട്ട് കാല, അദ്ദേഹം പറയാണ്, കുന്തു മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗാരി, നബിയുടെ കൂടെ ഞാൻ ഗാരിലായിരുന്നു. ജുന്ദുബ് എന്നവർ പറയും ഞാൻ ഒരു ഗുഹയിലായിരുന്നു. ഫദമിയതു ഉസ്ബുഹു, അപ്പോൾ നബിയുടെ വിരല് രക്തമായി. ഫഖാല, നബി പറഞ്ഞു, ഹൽ അൻതി ഇല്ലാ ഉസ്ബുൻ ദമിയത് ഫീ സബീലില്ലാഹി മാ ലഖീതി എന്ന് പറഞ്ഞു. ഖാല ഫഅബ്തല ജിബ്രീൽ ഫഖാല മുശ്രികൂൻ, അങ്ങനെ ഫഅബ്തല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ നബിയുടെ മേൽ പിന്തി. ഫഖാല മുശ്രികൂന ഖദ് ഉദ്യ മുഹമ്മദൻ ഫഅൻസലല്ലാഹു തബാറക വതആല മാ വദ്ദഅക റബ്ബുക വമാ ഖല ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ ലം യദ്കുർ തുർമുദി. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ മുശ്രിക്കീങ്ങൾ നബിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നബിയെ ആക്ഷേപിച്ചു, മുഹമ്മദിനെ ഒഴിവാക്കപ്പെട്ടു, മുഹമ്മദിനെ അള്ളാഹ് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഫലം യകും ലൈലത്തൈനി ഔ സലാസ അസ്ഖതഹു തുർമുദി, 2 ദിവസം നിന്നില്ല, നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ 3 ദിവസം നിന്നില്ല എന്ന് പറഞ്ഞത് അത് തുർമുദി അതിനെ പറഞ്ഞിട്ടില്ല, തുർമുദി അതിനെ കളഞ്ഞു. വദക്കറുൽ ബുഖാരി അതിനെ പറഞ്ഞു, വഹുവ അസഹു മാ ഖീല ഫീ ദാലിക, പറയപ്പെട്ടതിൽ ഏറ്റവും അസഹായത് ഇതാണ്. അല്ലാഹു അഅലം. വഖദ് ദക്കറു ശഅലബി വറഹ്മത്തുള്ളാഹി അൻ ജുന്ദുബിൻ സുഫിയാൻ ഇബ്നു സുഫിയാൻ ബജനി ഖാല റുമിയൻ നബിയു ഫീ ഇസ്ബിഹി ബി ഹജരിൻ, അങ്ങനെയാണ് നബിയെ കല്ലുകൊണ്ട് നബിയുടെ വിരലിൽ എറിയപ്പെട്ടു. ഫഖദുമിയത്ത് ഫദമിയത്ത്, അപ്പോൾ അതൊന്ന് രക്തമായി. ഫഖാല, നബി പറഞ്ഞു, ഹൽ അൻതി ഇല്ലാ ഇസ്ബുൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീതി എന്ന് നബി പറഞ്ഞു. നീ ഹൽ അൻതി ഇല്ലാ ഇസ്ബുൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീത് അല്ലേ, നീ എന്തല്ല എന്താണ് പരിക്ക് പറ്റി അല്ലെങ്കിൽ മുറിവേറ്റ എന്തല്ലാതെ വിരലല്ലാതെ അല്ല അള്ളാന്റെ മാർഗത്തിലാണ് നീ കണ്ടവന്ന്, എനിക്ക് എത്തിയോന്ന്. അപ്പൊ മക്കസ ലൈലത്തൈനി ഔ സലാസൻ ലാ യഖൂമുൽ ലൈല, അങ്ങനെ നബി 2 രാത്രി അല്ലെങ്കിൽ 3 രാത്രി താമസിച്ചു. ലാ യഖൂമുൽ ലൈല, രാത്രി നിന്നില്ല. അപ്പൊ നബിയോട് ഉമ്മുജമീൽ ചോദിക്കുകയാണ്, ഇമ്രാത്ത് അബീ ലഹബിന്റെ ഭാര്യ, മാറാ ശൈത്വാനക ഇല്ലാ ഖദ് തറക്കക ലം അറഹു ഖുർബക മുൻദു ലൈലത്തൈനി ഔ സലാസിൻ ഫനസലത്ത് വദ്ദുഹ, നിന്റെ ശൈത്വാനിനെ നിന്നെ ഒഴിവാക്കിയതായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല, 2 ദിവസമായിട്ട് 2 രാത്രിയായിട്ട് അല്ലെങ്കിൽ 3 രാത്രിയായിട്ടോ അത് നിന്നോട് അടുത്തതായിട്ട് കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. റവാൻ അബി ഇമ്രാൻ അൽ ജൗനിയ തൊട്ട് റിവായത്ത് ചെയ്തു. ഖാല, അദ്ദേഹം റഅബ്ത ജിബ്രീൽ അല നബി ഹത്താ ശഖാലിഹി, ജിബ്രീൽ നബിയെ തൊട്ട് പിന്തി നബിക്ക് പ്രയാസമായി. ഫജാ വഹുവ വാദിഉൻ ജബഹതി അലാ ഖഅബത്തിൻ യദു ഫനുകിത ബൈന കതിഫൈ ഫൗൻസില അലൈഹി മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഫജാ, അങ്ങനെ വഹുവ വാദിഉ ജബഹതി അലാ ഖഅബത്തി യദു ഫനുകിത ബൈന കതിഫൈ ഫൗൻസില അലൈഹി. അപ്പൊ നബി എന്താണ് നെറ്റി വെച്ചു കാബയുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട്. ഫനുകിത ബൈന കതിഫൈ ഫൗൻസില അലൈഹി, അപ്പോഴാണ് ഇതിറങ്ങിയത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. വഖാലത്ത് ഖൗല പറയാണ്, കാനത്ത് തഖദുമുൻ നബി, നബിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഖൗല എന്ന് പറയും. ഇന്ന ജിർവൻ ദഖലൽ ബൈത്ത,
നബിയുടെ വീട്ടിൽ ഒരു ജിറുവ് കടന്നിരുന്നു, ഒരു നായക്കുട്ടി അല്ലെ. ഇപ്പൊ ദഖല, അങ്ങനെ അത് പ്രവേശിച്ചു തഹത്ത ശരീരി, കട്ടിലിന് താഴെ. അപ്പൊ അങ്ങനെ അത് മരിച്ചു. അപ്പൊ മക്കസൻ നബിയുല്ലാഹി അയ്യാമ, അപ്പൊ നബി അങ്ങനെ താമസിച്ചു ദിവസങ്ങളോളം. ലായൻസിലു അലൈഹിൽ വഹി, നബിയുടെ മേൽ വഹി അവതരിച്ചില്ല. ഫഖാല, അപ്പൊ നബി ചോദിച്ചു, യാ ഹൗല, ഓ ഹൗല, മാ ഹദസ ഫീ ബൈതി, എന്റെ വീട്ടിലെന്താ പുതുതായിട്ട് വല്ലതും ഉണ്ടായോ? മാലി ജിബ്രീലായത്തിന്, ജിബ്രീൽ എന്റെ അടുക്കൽ വരുന്നില്ലല്ലോ. അപ്പൊ കാലത്ത് ഹൗല പറഞ്ഞു, ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, യാ ലൗ ഹയ്യത്തുൽ ബൈത വ കനസ്തുഹു, ഞാനൊന്ന് വീട് അടിച്ചു വാരട്ടെ. ഫഅഹ്വൈതു ബിൽ മിക്നസതി തഹത സരീർ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചൂലുമായിട്ട് കട്ടിലിന്റെ താഴെ ഞാൻ കുനിഞ്ഞു. അപ്പൊ ഫൈദൻ ജിറുവൻ മയ്യിത്തുൻ, അപ്പൊ എന്താണ്, ചത്ത് കിടക്കുന്ന ഒരു നായക്കുട്ടി അല്ലേ. ഫഅഖതുഹു ഫഅൽഖൈതു ഖൽഫ ജിദാൽ, അപ്പൊ ഞാൻ അതിനെ എടുത്തിട്ട് മതിലിന്റെ പിറകിൽ കൊണ്ടുപോയി ഇട്ടു. ഫജാഅ നബിയു തർഅദു ലഹിയാഉ, അപ്പൊ നബി വന്നു. തർഅദു ലഹിയ, നബിയുടെ രണ്ട് താടികൾ കിടന്ന് ഇടിക്കുകയാണ്. അപ്പൊ കാന ഇദാ നസലൽ വഹി ഇസ്തഖബലതുഹു റാദൂന, നബിക്ക് വഹി അവതരിച്ചാൽ നബിയുടെ എന്ത് ചെയ്യും, നബിക്ക് റാദ് വരും. ഫഖാല, അപ്പൊ നബി പറഞ്ഞു, യാ ഹൗല ദസ്സിരീനി, ഫഅൻസലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കി. ഫലമ്മാ നസല ജിബ്രീൽ സഅലഹു നബി അൻ തഅഖുരി, അപ്പൊ ജിബ്രീൽ വന്നപ്പോ നബി ചോദിച്ചു, എന്താ പിന്തിയതെന്ന്. ഫഖാല, അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അമാലിംതി, നിനക്ക് അറിഞ്ഞുകൂടെ, അന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീ കൽബുൻ വലാ സൂറ, നായയോ രൂപമോ ഉള്ള വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ. വഖീല, പറയപ്പെട്ടു, ലമ്മാ സഅൽതുൽ യഹൂദു അൻ റൂഹി വദിൽ ഖർനൈനി വഅസ്ഹാബിൽ കാഫി, പറയപ്പെട്ടു നബിയോട് യഹൂദികൾ ചോദിച്ചു റൂഹിനെ പറ്റിയും ദുൽഖർനൈനെ പറ്റിയും അസ്ഹാബുൽ കാഫിനെ പറ്റിയൊക്കെ നബിയോട് ചോദിച്ചപ്പോൾ ഖാല, നബി പറഞ്ഞു, സൗഖ്ബിർക്കും ഓതാന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അത് നാളെ പറഞ്ഞു തരാം. വലം യഖുൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഫഹതബസനുൽ വയ, അത് കാരണം നബിയെ തൊട്ട് വഹി പിന്തിയതു. ഇലാ നസല ജിബ്രീൽ അലൈഹിസ്സലാം ബിഖൗലിഹി, ഏതുവരെ ജിബ്രീൽ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്, വലാ തഖൂലന്ന ലിശൈഇൻ, ഒരു കാര്യത്തെ പറ്റി അങ്ങ് പറയരുത്, ഇന്നി ഫായിലുൻ ദാലിക ഗദൻ, ഞാനത് നാളെ ചെയ്യുമെന്ന്, ഇല്ലാ യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയണം. അപ്പൊ ഫഅഖ്ബറഹു ബിമാ സുഇല, അപ്പോഴാണ് ചോദിക്കപ്പെട്ടതിനെ പറ്റി നബിയോട് ഖബർ പറഞ്ഞത്. ഈ ഖിസ്സയിലുണ്ട് നസലത്ത് മാ വദ്ദക റബ്ബുക മാ ഖല, മാ വദ്ദക റബ്ബുക മാ ഖല എന്നത് ഇറങ്ങിയത്. വഖീല, പറയപ്പെടും, ഇന്നൽ മുസ്ലിമിന ഖാലു യാ റസൂലല്ലാഹ്, മുസ്ലിമുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാലക്കല യൻസിലു അലൈക്കൽ വഹി, എന്താണ് അങ്ങയുടെ മേൽ വഹി അവതരിക്കാത്തത്? ഫഖാല, അപ്പൊ നബി പറഞ്ഞു, വകൈഫ യൻസിലുൽ വഹി അലയ്യ വഅൻതും ലാ തുൻഖൂന റവാജിബകും വഫീ റിവായത്തിൻ ബി ബറാജിമകും വലാ തഖുസ്സൂന അൽഫാറകും വലാ തഅഖുദൂന മിൻ ശവാരിബികും. ഫനസല ജിബ്രീൽ ബിഹാദിഹി സൂറത്തി ഫഖാല നബി മാ ജിഅത ഹത്താ استقت إليك فقال جبريل أنا كنت أشد إليك شوقا ولكني عبد مأمور ثم أنزل إليه ما نتنزل إلا بأمر ربك വദ്ദാക ബിതശ്തി. ഞാൻ അവിടെ എന്താ വിഷയം പറഞ്ഞത് അല്ലേ, എന്താണ് ഇറങ്ങാത്ത? അപ്പൊ നബി ചോദിച്ചു, കൈബൻസുലു അലയ്യ വഅൻതും ലാ തുൻഖൂന റവാജിബകും ഫീ റിവായത്തിൻ ബറാജിമകും വലാ തഖുസ്സൂന അൽഫാറകും വലാ തഅഖുദൂന മിൻ ശവാരിബികും. നിങ്ങൾ നഖം വെട്ടുന്നില്ല, നിങ്ങൾ അതുപോലെ തന്നെ താടിയും എന്താണ് ശവാരിബികും, നിങ്ങളുടെ മീശകൾ നിങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് എന്റെ മേൽ വഹി അവതരിക്കുക? അപ്പൊ നസല, അപ്പോഴാണ് ജിബ്രീൽ ഈ സൂറത്തുമായിട്ട് ഇറങ്ങിയത്. ഫഖാല, നബി പറഞ്ഞു, മാ ജിഅത ഹത്താ ഇസ്തഖൈതു ഇലൈക,
അങ്ങ് എന്റെ അടുക്കൽ വന്നില്ലല്ലോ, ഇഷ്ടക്കൈത്തിലേക്ക് അങ്ങയിലേക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അപ്പൊ ജിബ്രീൽ പറയുന്നു, അനകുന്തു അശദ്ദ ഇലൈക ശൗഖൻ, ഞാൻ അങ്ങയുടെ മേൽ ഏറ്റവും ആഗ്രഹമുള്ള ആളാണ്. വലാകിനി അബ്ദുൻ മഅമൂർ, എങ്കിലും ഞാൻ കൽപ്പിക്കപ്പെട്ട അടിമയല്ലേ. സുമ്മ ഉൻസില അലൈഹി, പിന്നെ നബിക്ക് അവതരിക്കപ്പെട്ടു, മാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക, റബ്ബിന്റെ കൽപ്പന കൊണ്ടിട്ടല്ലാതെ നാം ഇറങ്ങുന്നില്ല, അവതരിപ്പിക്കുന്നില്ല. ഇനി പറയാമാണ് വദ്ദാക്ക ബി തശ്ദീദ് കൊണ്ടാണ് വദ്ദാക്ക കേട്ടോ, വദ്ദാക്ക അല്ല, അത് ഖിറാഅത്തുൽ ആമത്ത് അങ്ങനെയാണ്. വദ്ദാക്ക മാ വദ്ദാക്ക എന്ന് തന്നെയാണ്. പിന്നെ തൗദീൽ നീ പിടിക്കപ്പെട്ടത് വദാലിക, അത് തൗദീൽ മുഫാരിഖി. വറുവിയ പറയപ്പെട്ടു അനിബിൻ അബ്ബാസ് റിവായത്തിൽപ്പെട്ടു അബ്നു സുബൈറിനെ തൊട്ട് അന്നഹുമാ ഖറഅഹു വദഅക ബി തഖ്ഫീഫ് വമാനാഹു തറക്കക. വദഅക എന്ന് ഓതിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം തറക്കക, അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. തറക്കക ഒഴിവാക്കുക കാല വസമ്മ വദഅന ആല അംദിൻ വആമിരി അല്ലേ. ഇനി അത് തന്നെ വസ്തിമാലു ഖലീലൻ, അതിന്റെ ഇസ്തിമാല് ഖലീലാണ്. യുഖാലു ഹുവ യദഉ കദാ ഔ യത്റുകു. ഖാല മുബറദ് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു യസീദ് എന്നവർ, ലാ യകാദൂന യഖൂലൂന വദഅ വലാ വദ ലിദാഫിൽ വാവി ഇദാ ഖുദ്ദിമത് വസ്തഗ്ന വൻഹാ ബി തറക. വദഅ വലാ വദർ എന്ന് പറയാൻ അടുക്കൂല, കാരണം വാവ് ദഈഫാണ്. ഇദാ ഖുദ്ദിമത് വസ്തഗ്ന വൻഹാ ബി തറക, അപ്പൊ അതിന് പകരം അവർ എന്ത് തറക്ക കൊണ്ടവർ അതിനത്തോടെ ഐശ്വര്യമാക്കി. വദഅ എന്ന് പറയാറില്ല. ഖൗലുഹു തആല വമാ ഖലാ എന്ന് പറഞ്ഞല്ലോ, ഐ മാ അബ്ഗളക റബ്ബുക മുൻദു അഹബ്ബക, അങ്ങേ ഇഷ്ടപ്പെട്ടത് മുതൽ അങ്ങ് റബ്ബ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല. വ തറക്കൽ കാഫ, കാഫ് ഒഴിവാക്കി. മാ ഖലാക എന്ന് പറഞ്ഞില്ല, കാരണം അന്നഹു റഅസു ആയത്തിൻ വൽ ഖിലാ അൽ ബുഗ്ള്. ഇനി ഖിലാ എന്ന് വെച്ചാൽ എന്താണ്? ബുഗ്ള്, ദേഷ്യം എന്നാണ്. ഫൈൻ ഫതഹൽ ഖാഫ മദത്ത തഖൂലു ഖലാഹു, ഖലാ യഖ്ലി ഖിലൻ വഖലാൻ. ഖാഫിന് ഫതഹ് ചെയ്താൽ മദത്ത, അപ്പൊ ഖലാ അല്ലേ. കമാ തഖൂലു ഖറൈതുൽ ലൈഫ അഖ്രിഹു ഖറൻ വഖിറാഅൻ വയഖ്ലാഹു ലുഗത്തു തയ്യ. വൻസാ സാലബൻ അയ്യാമു ഉമ്മിൽ ഖംറി ലാ നഖലാഹ ഐ ലാ നുബ്ഗിലുഹാ വനൽഖായി നുബ്ഗിലു. വഖാല അസീഇ ബിനാ ഔ അഹ്സിനി ലാ മലൂമതൻ ലദൈനാ വലാ മഖലിയതൻ ഇൻ തഖല്ലതി. ഇവിടെ ഭാഷ പറഞ്ഞാണ്, കലയുടെ അർത്ഥം ദേഷ്യപ്പെടുക എന്നാണ് അർത്ഥം. വഖാല ഇബ്നു ഖൈസ് പറഞ്ഞു, വലസ്തു ബി മഖലിയിൽ ഖിലാലി വലാ ഖാലി. അപ്പൊ താവീലുൽ ആയത്ത്, ആയത്തിന് താവീലേ മാ വദ്ദഅക റബ്ബുക വമാ ഖലാക, ഖലാക എന്നാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നല്ല, വമാ ഖലാക എന്ന് കൂടി ഖാഫുണ്ട് അവിടെ കളഞ്ഞാണ്. അപ്പൊ തറക്കൽ ഖാഫ ലി അന്നഹു റഅസു ആയ. അപ്പൊ ആയത്തിന്റെ അവസാനമായ കാരണം അതിനെ ഒഴിവാക്കിയതാണ് കാഫിനെ. കമാ ഖാല അസ്സ വജല്ല അല്ലാഹു വദാകിരീന അല്ലാഹു കസീറൻ വദാകിറാത്തി എന്ന് പറഞ്ഞല്ലോ. വദാകിരീന അല്ലാഹു കസീറൻ, അല്ലാഹുവിനെ അധികരിച്ച് ദിക്ർ ചൊല്ലുന്ന ആളുകൾ. വദാകിറാത്തി കസീറൻ, അപ്പൊ കസീറൻ അതിനെ കളഞ്ഞല്ലോ. വദാകിറാത്തില്ലാഹി, വദാകിറാത്തില്ലാഹി അവിടെ കളഞ്ഞതുപോലെ കളഞ്ഞതാണ്. ഇനി വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറമാകുന്നത് അങ്ങേക്ക് ഉത്തമമാണ്. മിനൽ ഊലാ, ഈ ദുനിയാവിനേക്കാൾ. വലസൗഫ യുതീക റബ്ബുക ഫതർല, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും. അപ്പൊ ഇനി അതാ പറയാം. റവാ സലമത്ത് അൻഇബ്നു ഇസ്ഹാഖ് ഖാല, സലമത്ത് എന്നവർ ഇബ്നു ഇസ്ഹാഖിനെ തൊട്ട് റിവായത്ത് ചെയ്തു. ഖാല, അദ്ദേഹം പറയുന്നു, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ ഐ മാ ഇന്ദി ബി മർജിക ഇലയ്യ യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയെ, എന്റെ അടുത്തേക്ക് അങ്ങ് മടങ്ങു വരുന്ന സമയത്തുള്ള ഒന്ന് ഖൈറുൽ ലക, ഖൈറുൽ ലക അത് അങ്ങേക്കേറ്റ് ഉത്തമമാണ്. മിമ്മ അജ്ജൽതു ലക മിനൽ കറാമത്തി ഫി ദുനിയ, ദുനിയാവിലുള്ള അങ്ങേക്കുള്ള ആദരവിനേക്കാൾ അങ്ങേക്ക് നാം
തന്നതിനേക്കാൾ ഖൈറതാണ്. നിമ്മ അജ്ജൽതു ലക, അങ്ങേക്ക് നാം തന്നതിനേക്കാൾ ഖൈറാണ്. പെട്ടെന്ന് തന്നുണ്ട് ഈ ദുനിയാവിൽ തന്നതിനേക്കാൾ. വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഉരിയ നബി, നബിയെ കാണപ്പെട്ടു. മാ യഫ്തഹില്ലാഹു അലാ ഉമ്മത്തിഹി ബഅദഹു, നബിക്ക് കാണിക്കപ്പെട്ടത് യഫ്തഹില്ലാഹു അലാ ഉമ്മത്തിഹി ബഅദഹു, നബിക്ക് ശേഷം നബിയുടെ ഉമ്മത്തിന് അള്ളാഹു തുറന്നു കൊടുക്കുന്നതിന്. ഫസുറ ബിദാലിക, അപ്പോൾ നബി അതുകൊണ്ട് സന്തോഷിച്ചു. ഫനസല ജിബ്രീലു, അപ്പോൾ ജിബ്രീൽ ഇറങ്ങി ഖൗലി, അല്ലാഹുവിന്റെ ഖൗലുമായിട്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറം അങ്ങേക്ക് ദുനിയാവിനേക്കാൾ ഉത്തമമാണ്. വല സൗഫ യുതീക റബ്ബുക ഫതർലാ, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും. ഖാല ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു, അൽ ഫൽജ ഫിദ് ദുനിയ വസ്സവാബ ഫിൽ ആഖിറ. വഖീല ബറൽ ഹൗലു വശഫാഅത്ത്, അവിടെ ആഖിറത്തിലെ സവാബ്. ഇനി വേറെ പറയപ്പെട്ടത് അള്ളാഹു നൽകുമ്പോൾ തൃപ്തിപ്പെടുന്നു. എന്താണ് നൽകുന്നത്? ഹൗലും ഷഫാഅത്തുമാണ്. നബിക്ക് അള്ളാഹു ഹൗലുൽ കൗസറും ഹൗലുൻ നഹാറൊക്കെ നൽകുന്നല്ലോ പറഞ്ഞു. അതുതന്നെ ഷഫാഅത്ത്, ശുപാർശ നൽകും, സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യും നബി. വനബിൻ അബ്ബാസിനെ തൊട്ടുണ്ട്, അൽഫ ഖസിറാണ് മിൻ ലൂലുയിൻ അബിയദ തുറാബുൽ മിസ്ക്, വെളുത്ത മുത്തിനാലുള്ള 1000 കൊട്ടാരങ്ങളാണ്, അതിലെ മണ്ണ് മിസ്കായിരിക്കും, കസ്തൂരിയാണ്. റഫഉൽ ഔസായി ഖാല ഹദസനി ഇസ്മാഈൽ ഇബ്നു ഉബൈദില്ലാഹ് അൻ അബീ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അൻ നബിഹി ഖാല ഉരിയ നബി മാഹു മഫ്തുൻ അലാ ഉമ്മത്തി, നബിക്ക് കാണിക്കപ്പെട്ടു നബിയുടെ സമുദായത്തിന് എന്താണ് നൽകപ്പെടുന്നത്. ഫസുറ ബിദാലിക, അപ്പോൾ നബി സന്തോഷിച്ചു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു ഇറക്കി വല്ലുഹാ ഇലാ ഖൗലിഹി തആല വല സൗഫ യുതീക റബ്ബുക ഫതർലാ ഫഅതാഹുല്ലാഹു ജല്ല സന അൽഫ ഖസ്രി, അള്ളാഹു നബിക്ക് നൽകി 1000 കൊട്ടാരം, ഫീ ജന്ന സ്വർഗത്തിൽ, തുറാബുൽ മിസ്കു, അതിലെ മണ്ണ് മിസ്കാണ്, കസ്തൂരിയാണ്, ഫീ കുല്ലി ഖസ്രി മാ യംബഗി ലഹു മിൻ അസ്വാജിൽ ഖദം, ഓരോ കൊട്ടാരത്തിലും ഉണ്ടാകും ഭാര്യമാരിൽ നിന്നും സേവകരിൽ നിന്നും നബി അതിനോട് യോജിച്ചത്, നബിയോട് യോജിച്ചത്. അദ്ദേഹത്തെ തൊട്ട് കാല അദ്ദേഹം പറയാം, മുഹമ്മദ് നബി തൃപ്തിപ്പെട്ടു, അല്ലാ യദ്ഖുല അഹദും മിൻ അഹ്ലി ബൈത്തിഹി നാറ, നബിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നരകത്തിൽ പ്രവേശിക്കാതിരിക്കൽ. വഖാല സുദ്ദി പറയും, ഖീലാഹിയ ശഫാഅത്തു ബി ജമീൽ മുഅ്മിനീൻ, അല്ല പറയപ്പെട്ടു മുഅ്മിനീങ്ങൾ മുഴുവനിലുള്ള ശഫാഅത്താണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ നബി തൃപ്തിപ്പെടും എന്ന് പറഞ്ഞു, അള്ളാഹു നബിക്ക് നൽകും, അപ്പൊ നബി തൃപ്തിപ്പെടും എന്ന് പറഞ്ഞത്. വൻ അലി റളിയല്ലാഹു അൻഹു തൊട്ടുണ്ട് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉശഫിഉനി ഇല്ലാഹു ഫി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ എനിക്ക് അള്ളാഹ് ശുപാർശ നൽകി, ഹത്താ യഖൂല അല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹ് അങ്ങനെ എന്നോട് പറയും, റളീത യാ മുഹമ്മദ്, അങ്ങ് തൃപ്തിപ്പെട്ടോ മുഹമ്മദേ, ഫഖൂൽ യാ റബ്ബി, അപ്പൊ ഞാൻ പറയും എന്റെ റബ്ബേ റളീത, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പൊ തൃപ്തിപ്പെടുന്നത് വരെ നൽകുന്നല്ലേ പറഞ്ഞു. അപ്പൊ അത് എന്റെ സമുദായത്തിന് വേണ്ടിയുള്ള ശുപാർശയാണ് ഉദ്ദേശം. സഹീഹ് മുസ്ലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസിയത്തോട് അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നബി ഓതി ഖൗലുല്ലാഹി തആല ഫി ഇബ്രാഹിം, ഇബ്രാഹിം നബിയിലുള്ള അല്ലാഹുവിന്റെ ഖൗൽ എന്താണ്? ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി, എന്നോട് ആരെങ്കിലും എതിര് ചെയ്താൽ ഫഇന്നക ഗഫൂർ റഹീം, തീർച്ചയായും നീ ഗഫൂർ റഹീമാണല്ലോ, നീ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. അതുപോലെ വഖൗലി ഈസാ അലൈഹിസ്സലാമിന്റെ ഖൗലു നബി എന്താണ്? ഇൻദു അദിബുഹും ഫഇന്നഹും ഇബാദുക, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാണല്ലോ. ഫറഫയദൈഹി, അപ്പൊ നബി തങ്ങൾ ഇത് രണ്ടും ഓതിയിട്ട് കൈ ഉയർത്തി. എന്നിട്ട് വഖാല, എന്നിട്ട് നബി പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹു എന്റെ സമുദായം എന്റെ സമുദായം. വബക്ക, നബി കരഞ്ഞു. ഫഖാല അല്ലാഹു തആല ലിജിബ്രീല, അപ്പൊ അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദ്, നബി അങ്ങ് മുഹമ്മദിന്റെ അടുത്തേക്ക് പോകാം. എന്നിട്ട് റബ്ബുക അഅലം ഫസൽഹു മാ യുബ്കീക, അങ്ങനെ റബ്ബ് ഏറ്റവും അറിയുന്നവനാണ് എങ്കിലും ഫസൽഹു, നബി അങ്ങ് നബിയോട് ചോദിക്കണം, മാ യുബ്കീക, അങ്ങയെ കരയിപ്പിച്ചെന്താണ്. ഫാതാ ജിബ്രീൽ നബി, അപ്പൊ നബി തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ ചെന്നു. വസാല, നബിയോട് ചോദിച്ചു. ഫഅഖ്ബറഹു, അവൻ നബി കാര്യം പറഞ്ഞു. ഫഖാല അല്ലാഹു തആല ജിബ്രീൽ, അപ്പോൾ ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ
ഫഖുൽ ലഹു ഇന്നല്ലാഹ അപ്പോൾ അല്ലാഹു ജിബ്രീലിനോട് പറയണം ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് പറയണം അല്ലാഹു അങ്ങയോട് പറയുന്നു ഇന്നാ സനുർദീക ബി ഉമ്മതിക വലാ നസൂക, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യത്തിൽ നാം അങ്ങയെ തൃപ്തിപ്പെടുത്തും, അങ്ങയെ നാം ദുഃഖിപ്പിക്കൂല, ഖേദിപ്പിക്കുകയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞ് ജിബ്രീലിനെ രണ്ടാമതും വിട്ടു. ഖാല അലി റളിയല്ലാഹു അൻഹു പറയണില്ലേ അഹ്ലിൽ ഇറാഖിന്റെ അഹ്ലുകാരോട് പറഞ്ഞു ഇന്നക്കും തഖൂലൂന ഇന്ന അർജായത്തി ഫീ കിതാബില്ലാഹി തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇറാഖിലുകാരോട് അലി തങ്ങൾ പറയാണ് നിങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ ആയത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത്, അള്ളാഹിന്റെ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഏതാണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്നതാണ് നിങ്ങൾ പറയും അല്ലേ? ഏതാ അതിന്റെ അർത്ഥം? അള്ളാഹിന്റെ സുമറിൽ 53-ാമത്തെ ആയത്തുണ്ടല്ലോ, അള്ളാഹിന്റെ റഹ്മത്തിൽ നിങ്ങൾ എന്താണ് നിരാശരാകേണ്ട, സ്വന്തം ശരീരത്തിന്റെ മേൽ അക്രമം ചെയ്ത എന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ്രയരാകണ്ട എന്ന അർത്ഥം കൊള്ളുന്ന ആയത്താണെന്ന് നിങ്ങൾ പറയുന്നല്ലോ. കാലുവർ പറയും ഞാൻ അപ്പോഴും താലിക്ക, അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ അത് പറയുന്നു, ഞങ്ങൾ ശരിയാതാണ് അതാണ് പറയുന്നത്. അപ്പോൾ അലിതങ്ങൾ പറഞ്ഞു വലാകിന്ന അഹ്ലുൽ ബൈത്ത് നഖൂലു, പക്ഷെ ഞങ്ങള് അഹ്ലുൽ ബൈത്ത് ഞങ്ങൾ നബിയുടെ കുടുംബക്കാരൻ ഞങ്ങൾ പറയുന്നു ഇന്ന അർജ ആയത്തിന്റെ കിതാബില്ല, അള്ളാഹിന്റെ കിതാബിലെ ആയത്തുകൾ ഏറ്റവും പ്രതീക്ഷയുള്ളത് അത് അള്ളാഹിന്റെ കൗലാണ്. ഏതാണ്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. കണ്ടോ നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് നൽകും, അപ്പോ അങ്ങ് തൃപ്തിപ്പെടും എന്നതാണ്. അപ്പൊ നമ്മള് എന്താണ് നബി തങ്ങൾ തൃപ്തിപ്പെടണമെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നബി ശഫാഅത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് അലി തങ്ങൾ പറഞ്ഞു. വഫിൽ ഹദീസ്, ഹദീസിലുണ്ട്, വഫിൽ ഹദീസ് ഒരു ഹദീസിലുണ്ട് എന്താണ് ലമ്മാ നസലത്ത് ഹാദിൽ ആയത്ത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ഇദൻ വല്ലാഹി ലാ അല്ലാഹ്. കണ്ടോ അള്ളാഹിനെ തന്നെ സത്യം, ലാ അല്ലാഹ് ഞാൻ തൃപ്തിപ്പെടൂല, വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ എന്റെ സമുദായത്തിൽ ഒരാൾ നരകത്തിലുള്ള സമയത്ത് എനിക്ക് തൃപ്തി ഉണ്ടാവൂല. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു ആയത്താണത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. അലം യജിദിക യതീമൻ ഫആവാ, അല്ലേ? അലം യജിദിക, ഇനി അലം യജിദിക യതീമൻ ഫആവാ, നബിയെ അങ്ങേ അള്ളാഹു യതീമായിട്ട് എത്തിച്ച്, അങ്ങനെ ഫആവ അങ്ങേക്ക് അള്ളാഹു അഭയം നൽകിയില്ലേ? അതിന്റെ വ്യാഖ്യാനം അദ്ദദ സുബ്ഹാനഹു, അള്ളാഹു എണ്ണുകയാണ്, മിനനഹു അലാ നബി മുഹമ്മദ് നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ മിന്നത്തുകളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയണം. ഫഖാലണ്ട് അള്ളാഹു പറയും അലം യജിദിക യതീമൻ, അങ്ങേ എത്തിച്ചില്ല അള്ളാഹ് യതീമായിട്ട്, ലാബലക്ക അങ്ങക്ക് പിതാവില്ലാതെ, അത് മാതാബൂക്ക അങ്ങയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. ഫാവ അപ്പ ഐ ജാലലക്ക മഅവൻ തഅബീലഹി ഇന്ദ അമ്മിക അബീ ത്വാലിബ്, അപ്പൊ അല്ലാഹു തആല അങ്ങ് അഭയം നൽകി ഇന്ദ അമ്മിക അങ്ങയുടെ അമ്മിന്റെ അടുക്കൽ, അതായത് അബൂ ത്വാലിബിന്റെ അടുക്കൽ. അപ്പൊ കഫലക്ക അദ്ദേഹം അങ്ങേ ഏറ്റെടുത്തു. വഖീല ജാഫർ മുഹമ്മദ് സാദിഖ്, ജാഫർ ബിൻ മുഹമ്മദ് സാദിഖിനോട് പറയപ്പെട്ടു ലിമാ ഊത്തിമൻ നബിയു മിൻ അബവൈഹി, നബി എന്തുകൊണ്ടാണ് യതീമാക്കപ്പെട്ടത്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ലല്ലാ യകൂന ലി മഖ്ലൂഖിൻ ലി ഹഖ്ഖുൻ, ഒരു മഖ്ലൂഖിന് നബിയോട് ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടി, നബിക്ക് ഒരു മഖ്ലൂഖിനോട് ബാധ്യത ഇല്ലാതില്ല. അല്ലാ യകൂന ലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിക്കും നബിയുടെ മേൽ അവകാശം ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൻ മുജാഹിദിനെ തൊട്ട് ഹുവ മിൻ ഖൗലിൽ അറബി ദുർറത്തൻ യതീമത്ത് എന്ന് പറയാറുണ്ട്. ഇദാലം യകുല്ലഹാ മിസ്ലുൻ, മിസ്ലില്ലെങ്കിൽ ഫമജാസുൽ ആയത്ത്, അപ്പൊ ആയത്തിന്റെ മജാസ് അലം യജിദിക വാഹിദൻ മിൻ ശറഫിക, അങ്ങയുടെ ഷറഫിൽ ഒരാളെയും അങ്ങേക്ക് എത്തിച്ചിട്ടില്ല. ലാ നദീറലക്ക, അങ്ങേക്ക് നദീറില്ല. ഇനി യതീമത്തോ ദുർറത്ത് യതീമത്തോ യതീം എന്ന് വെച്ചാൽ അതാണ്. അലം യജിദിക യതീമൻ, അങ്ങേ അല്ലാഹു തുല്യതയില്ലാത്തവനായിട്ട് എത്തിച്ചില്ലേ, അങ്ങനെ അർത്ഥം പറയാം. അതായത് ഇദാലം യകുല്ലഹാ മിസ്ലുൻ,
അതിന് തുല്യതയില്ലാത്തതിനെ പറ്റി ദുർവത്തൻ യത്തീമത്തെന്ന് പറയും. അപ്പൊ മജാദുൽ ആയത്ത്, അപ്പൊ ആയത്തിന്റെ അർത്ഥം എങ്ങനെ മജാസ് എങ്ങനെ? അലം യജിദിക്ക അങ്ങേക്ക് എത്തിച്ചില്ല വാഹിദൻ ഫി ശറഫിക്ക ഒരുത്തനെയും, അങ്ങയുടെ ഷറഫിൽ ഒരാളെയും, ലാ നദീറ ലക അങ്ങയോട് തുല്യമായവനില്ല. അപ്പൊ അല്ലാഹു അങ്ങേക്ക് അഭയം നൽകി അസ്ഹാബിമാരെ കൊണ്ട് അങ്ങയെ സംരക്ഷിക്കുകയും അങ്ങയെ സംരക്ഷിക്കുന്ന അസ്ഹാബികളെ കൊണ്ട് അല്ലാഹു അങ്ങേക്ക് അഭയം നൽകി എന്നാണ് അർത്ഥം. തുല്യതയില്ല. ദുർറത്തൻ യത്തീമ അല്ലെ? ദുർറത്തൻ യത്തീമാച്ച ദുർറത്ത് മുത്തല്ലേ? യത്തീമാച്ച തുല്യതയില്ലാത്ത. അപ്പൊ അവിടെ അങ്ങനെ ഒരു അർത്ഥം വന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കും. അങ്ങേ അള്ളാഹ് എത്തിച്ചു ലാലായിട്ട് ഫഹദ. അപ്പൊ അല്ലാഹു അങ്ങേക്ക് മാർഗം നൽകി, വഴി തെറ്റിയതായിട്ട് അങ്ങേ എത്തിച്ചു. നുബുവത്തിന്റെ കാര്യത്തിൽ നിന്ന് അങ്ങേ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിനെ തൊട്ട് അശ്രിതനായിട്ട് അങ്ങേ എത്തിച്ചു. അപ്പൊ അങ്ങേക്കുള്ള വഴി കാണിച്ചു, നേർമാർഗത്തിലേക്ക് നയിച്ചു. വല്ലാല് വഴികേർന്ന് ഇവിടെ ഗഫലത്താണ്, അതായത് അശ്രദ്ധ. കൗലി ജല്ലസന അള്ളാഹു പറഞ്ഞല്ലോ, ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബ് ഗാഫിലല്ല, അശ്രദ്ധവാനല്ല, വലാ യൻസ മറക്കുന്നവനുമല്ല എന്ന് പറഞ്ഞല്ലോ. അർത്ഥം. അപ്പൊ വാലന്റെ അർത്ഥം ഗഫലത്താണ്, അശ്രദ്ധ. നബി അള്ളാഹു പറഞ്ഞു നബിമാരുടെ ഹക്കിലായിട്ട്, തീർച്ചയായും നീ മുമ്പ് അശ്രദ്ധവാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗാഫിലി എന്ന് വെച്ചാൽ ആ ഗാഫിലിന്റെ അർത്ഥമാണ് ഇവിടെ ലാലന്. യൂസുഫ് സൂറത്തിൽ പറഞ്ഞു വഖാല ഖൗമൻ ളാല്ലൻ, വഖാല ഖൗമു പറഞ്ഞിട്ടുണ്ട് ളാല്ലൻ ലം തകുൻ തദ്രിൽ ഖുർആന വശറായി, ഖുർആനും ശരീഅത്തും അറിയാത്ത ളാലായിരുന്നു അല്ലേ? ളാലച്ച ഫദാഖല്ലാഹു ഇല ഖുർആനി. അപ്പോൾ അല്ലാഹു അങ്ങേ ഖുർആനിലേക്ക് വഴി കാണിച്ചു, ഇസ്ലാമിലേക്കും വഴി കാണിച്ചു എന്നാണ്. അനിൽഹാക്കിനെ തൊട്ട് വാ ഷഹ്റുബിന് ഹൗഷബിൻ വഗൈരിഹിമാർ തൊട്ട് വഹുമാന ഖൗലു തആല മാ കുന്ത തദീമൽ കിതാബ്. ഇതിന്റെ അർത്ഥം എന്താ? ഏത് അള്ളാഹിന്റെ കൗല് പോലെ തന്നെയാണത്. മാ കുന്ത തദീമൽ കിതാബുൽ ഈമാൻ, ഈമാനും കിതാബ് എന്താണെന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു. അലാമ വയ്യന്ന ഫീ സൂറത്തി ശൂറ, അപ്പൊ സൂറത്ത് ശൂറയിൽ നാം വ്യക്തമാക്കിയത് പ്രകാരം. വഖാല ഖൗമൻ, ഒരു ജനത പറഞ്ഞു വവജദക ളാലൻ ഫീ ഖൗമിൻ ളുല്ലാലിൻ, വഴികെട്ട ജനതയിലാണ് അങ്ങേ അല്ലാഹ് എത്തിച്ചത്. അപ്പൊ അങ്ങ് കാരണം അല്ലാഹ് അവരെ ഹിദായത്തിലാക്കി, അങ്ങനെ നടത്തണം. അതാ ഖൗൽ കൽബി വഫറ, ഇത് ഫറായിമാമിന്റെയും കൽബിന്റെയും കൗലാണ്. വാന് ശുദ്ധിയെ തൊട്ട് നഹ്വു, ഇതുപോലത്തെ തന്നെ ശുദ്ധിയും പറഞ്ഞിട്ടുണ്ട്. ഐ വാജദക ഖൗമക ബിളലാൽ, അങ്ങയുടെ ജനതയെ അല്ലാഹ് വഴികേടിലായിട്ട് എത്തിച്ചു. വാജദക ളാലന്റെ അർത്ഥം അങ്ങയെ എത്തിച്ചു എന്നല്ല, അങ്ങയുടെ ജനതയെ. ഫാദാക ഇലാ ഇർശാദി, അവരെ വഴി കാണിക്കുന്നതിലേക്ക് അല്ലാഹ് അങ്ങേക്ക് വഴി കാണിച്ചു. അങ്ങേക്ക് അല്ലാഹ് വഖീല പറയപ്പെട്ടു വജദക ളാലൻ അനിൽ ഹിജ്റത്തി, ഹിജ്റയെ തൊട്ട് അങ്ങ് തെറ്റിയതായിട്ട് അങ്ങേ എത്തിച്ചു. ഫാദാകയിലെ, അപ്പൊ അല്ലാഹു അങ്ങേ ഹിജ്റയിലേക്ക് എത്തിച്ചു. വഖീല പറയപ്പെട്ടു നാസിയൻ, ളാലൻ നാസിയൻ ശഅനൽ ഇസ്തിസ്നായി ഹീന സുയിലത്തൻ അസ്ഹാബിൽ കാഫി വദിൽ ഖർനൈനി വറൂഹി ഫാദ്കറക. ഇസ്തിസ്നായിന്റെ കാര്യം അങ്ങ് മറന്നു. സൂറത്തുൽ അസ്ഹാബുൽ കാഫിനെയും ദുൽഖർനൈനെയും റൂഹിനെ പറ്റിയൊക്കെ അങ്ങയോട് ചോദിക്കപ്പെട്ട സമയത്ത് ഫാദ്കറക, അപ്പൊ അല്ലാഹ് അങ്ങേക്ക് ഓർമ്മിപ്പിച്ചു. കമാ ഖാല തആല അൻത അല്ലാഹു ഹുദാഹുമാ, വഖീല പറഞ്ഞു വജദക ത്വാലിബൻ ലിഖിബ്ലത്തി ഫാദാകലി, അങ്ങേ എത്തിച്ചു ഖിബ്ലയെ തേടുന്നവനായിട്ട്. അപ്പൊ ഫാദാകലി, അങ്ങേ അതിലേക്ക് ഹിദായത്താക്കി. അതാ അതിന്റെ ബയാൻ അങ്ങനെ ഖദിനറാ തക്കല്ലുബ വജ്ഹിക ഫിസ്സമാ എന്ന് പറഞ്ഞല്ലോ.
അങ്ങയുടെ മുഖം ആകാശത്തിലേക്ക് തിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞല്ലോ. അപ്പൊ നബി തങ്ങൾക്ക് ഖിബില ഏതായിട്ട് കഅബ തന്നെ കിട്ടൽ നബി ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതിലേക്ക് അള്ളാഹ് വഴി കാണിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല അപ്പൊ വലാലിന്റെ മാന എന്താണ്? ത്വാലിബ് തേടുക എന്നർത്ഥം അല്ലെ. അപ്പൊ അങ്ങനെ വജകവാലൻ അങ്ങ് കിബിലയെ തേടുന്നവനായിട്ട് അങ്ങേ നാം എത്തിച്ചു. അപ്പൊ നാം അതിലേക്ക് തന്നെ അങ്ങേ എത്തിച്ചു. ത്വാലിബൻ എന്ന അർത്ഥത്തിനാണ്. വക്കീല പറയുക അങ്ങയുടെ മേൽ ഇറങ്ങിയതിനെ വിശദീകരിക്കുന്നതോട് അങ്ങ് പരിഭ്രമിച്ചവനായി. അപ്പൊ അങ്ങേ അള്ളാഹു അതിലേക്ക് ഹിദായത്താക്കി. തഹയ്യുർ, അപ്പൊ തഹയ്യുറിന്റെ മാനക്കാണ് ലലാല്. കാരണം വഴി തെറ്റിയ ആള് പരിഭ്രമിച്ചു പോകുമല്ലോ. അപ്പൊ ആ നിലക്കാണ് മുത്തഹയ്യിറാകും, തഹയ്യുറുണ്ടാകും. വഖീല പറയപ്പെട്ടു വജദക ളായിഅൻ ഫീ ഖൗമിക ഫഹദാക ഇലൈഹി. ഇത് ലായിന്റെ മാനക്കാണ്. ലായി വയകൂനു ലലാലി മാനം ലിയാ, ലിയായിന്റെ മാനക്കാകും. അങ്ങയുടെ ജനതയിൽ പ്രകാശിക്കുന്നവനായി. ഫഹദാക ഇലൈഹി വയകൂനു ലലാലി മാനം ലിയായിന്റെ മാനക്ക ലിയാ. വഖീല പറയപ്പെട്ടു അങ്ങേ ഹിദായത്തിനെ ഇഷ്ടപ്പെടുന്നവനായിട്ട് അങ്ങേ നാം എത്തിച്ചപ്പോൾ നാം അതിലേക്ക് ഹിദായത്താക്കി. മഹബത്തിന്റെ മാനക്ക, അപ്പൊ അത് മഹബത്ത് ഇഷ്ടപ്പെടുക എന്ന അർത്ഥത്തിനാണ്. അവിടെ അള്ളാഹ് പറഞ്ഞല്ലോ തല്ലാഹി, അള്ളാഹു തന്നെ ഇന്നക തീർച്ചയായും അങ്ങ് ലഫീ വലാലിക്കൽ ഖദീം അങ്ങയുടെ പഴയ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ. അവിടെ മഹബത്തിന്റെ അർത്ഥത്തിനാണ്. അപ്പൊ യൂസുഫ് നബിയോട്, യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ മറ്റു മക്കൾ പറയുന്നില്ലല്ലോ യാക്കൂബ് നബിയെ പറ്റി, അങ്ങ് പണ്ടത്തെ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ. അപ്പൊ ഫീ മഹബത്തിക അങ്ങയോടുള്ള പണ്ടത്തെ ഇഷ്ടത്തിൽ തന്നെയാണല്ലോ. ഇനി അതായത് യൂസുഫ് നബി നഷ്ടപ്പെട്ടിട്ട് യാക്കൂബ് നബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ? അപ്പൊ അവസാനം അവര് കണ്ടെത്തുന്ന സമയത്ത് പിതാവ് പറയുന്നുണ്ടല്ലോ യൂസുഫ് നബി മരിച്ചിട്ടില്ല എന്നുള്ള രീതി. അപ്പൊ മക്കള് പറയല്ലോ ഇന്നക ലഫീ വലാലിക്കൽ ഖദീം, അതാണ് ഉദ്ദേശം. അതാപ്പ വലാലിക്കൽ ഖദീം പഴയ ആ വലാലിന്റെ വഴികേടുന്നല്ല, മഹബത്ത് ഇഷ്ടത്തിൽ തന്നെയാണല്ലോ എന്നാണ് അർത്ഥം. قال الشاعر هذا الضلال أشاب مني مفرقا والآرذين ولم أكن متحققا. هذا الضلال ضلال أرتولا ഇഷ്ടം. عجبا لي عزة في اختياري خطيئتي بعد الضلال فحبلها قد أخلقا. വഖീല പറയപ്പെടും മക്കത്താന്നാണ്. മക്കയുടെ എന്താണ് ചെരിവുകളിൽ അങ്ങ് വഴികെറ്റിപ്പോയി. ഫഹദാക, അപ്പൊ അള്ളാഹ് അങ്ങേ വഴി കാണിച്ചു. അങ്ങനെ റദ്ദക ഇലാ ജദ്ദിക അബ്ദുൽ മുത്തലിബ്, അങ്ങയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിലേക്ക് അള്ളാഹ് അങ്ങേ മടക്കി നൽകി. അപ്പൊ ലാലിന്റെ അർത്ഥം വഴി തെറ്റിന്നാണ്. എവിടെ വഴി തെറ്റിന്നാണ്? ചെറുപ്പത്തിലെ വഴി തെറ്റിപ്പോയി. ഖാല ഇബ്നു അബ്ബാസ് പറയണം വല്ലൻ നബി, അതിന് തെളിവ് പറയും. ഇബ്നു അബ്ബാസ് നബി തങ്ങൾക്ക് വഴിയിഴച്ചു പോയി. വഹുവ സഗീറുൻ ഫി ശിആബ് മക്കത്ത, മക്കയിലെ ശിആബ് ചെരുവിൽ വെച്ചുകൊണ്ട് ചെറുതായിരിക്കെ. ഫറആഹു അബൂജഹൽ, അപ്പൊ അബൂജഹൽ നബിയെ കണ്ടു. മുൻസരിഫൻ അൻ അഗ്നാമിഹി ഫറദ്ദഹു ഇലാ ജദ്ദി, അപ്പൊ അബൂജഹൽ നബിയെ ഉപ്പാപ്പയുടെ അടുത്തേക്ക് മടക്കി കൊണ്ടുവന്നു കൊടുത്തു. ഫമന്നല്ലാഹു അലൈഹി ബിദാലിക ഹീന റദ്ദഹു ഇലാ ജദ്ദി അലാ യദൈഹി അദുവിഹി. ഹീന റദ്ദഹു ഇലാ ജദ്ദിഹി അലാ യദൈഹി അദുവിഹി, നബിയുടെ ശത്രുവിന്റെ കൈ മുഖേന ഉപ്പാപ്പക്ക് മടക്കി കൊടുത്ത സമയത്ത് അള്ളാഹു നബിയോട് മിന്നത്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു. വഖാല സഈദ് ഇബ്നു ജുബൈർ പറയാണ് ഖറജൻ നബിയ്യു മാ അമ്മിഹി അബീ ത്വാലിബ്. ഇനി വേറെ കാര്യമുണ്ട്, നബി പുറപ്പെട്ടു അമ്മിന്റെ കൂടെ, അബീ ത്വാലിബായ അമ്മിന്റെ കൂടെ ഒരു യാത്രയിൽ.
ഫഅഖദ ഇബ്ലീസു ബിസ്സമാമിൻ നാഖതി ബി ലൈലത്തുൽ അൽമാ. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്യുന്നറിയോ? ഒരു ഇരുട്ടുള്ള രാത്രി ആ കടിഞ്ഞാൺ, ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് ഫാദലബിയാന് തരിക് വഴി തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ ജിബ്രീൽ കൊണ്ട് ഫനഫഖ ഇബ്ലീസിനെ ഓടിച്ചു. നഫ്ഖത്തൻ ഫഖാമിന ഇലാ അർളി, ഒറ്റ ഊത്തൂതി. അപ്പൊ അത് കാരണം അവൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു വീണു അല്ലേ? ഫഖ ഇലാ അർളിൽ ഹിന്ദി, ഹിന്ദു ഭൂമിയിലേക്ക് വീണു. വറദ്ദ ഇലൽ ഖാഫില, നബിയെ എന്ത് ചെയ്തു? അള്ളാഹു ഖാഫിലയിലേക്ക് തന്നെ മടക്കി. ജിബ്രീൽ ആ ഖാഫില ഒട്ടക സംഘത്തിലേക്ക് തന്നെ മടക്കി. ഫമന്നല്ലാഹു അലൈഹി ബിദാലിക, അങ്ങനെ അപ്പൊ അങ്ങനെ എന്ത് നബിയുടെ മേൽ അള്ളാഹ് മിന്നത്ത് ചെയ്തില്ലേ, അനുഗ്രഹം ചെയ്തത്. അപ്പൊ രണ്ട് കാര്യമായി വഴി തെറ്റ്. വഖാല കഅബ് ഇന്ന ഹലീമത ലമ്മാ ഖവത് ഹഖ റളായി, മുലകുടിയുടെ അവകാശം വീട്ടിയപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹ ജാഅത്ത് ബി റസൂലില്ല, കഴിഞ്ഞപ്പോൾ റസൂലിന്റെ അടുക്കൽ വന്നു. ലി തറദ്ദുദിഹി അലാ അബ്ദുൽ മുത്തലിബ്, ലി തറുദ്ദഹു അലാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന് മടക്കി കൊടുക്കാൻ വേണ്ടി. നബിക്ക് 4 വയസ്സ് വരെ മുല കൊടുത്തത് ഹലീമ റളിയല്ലാഹു അൻഹ ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മടക്കി കൊടുക്കാൻ വേണ്ടി വന്നു. ഫസമിഅത ഇന്ദ ബാബി മക്കത്ത, അപ്പോൾ മക്കയുടെ വാതിലിനടുത്ത് അവർ കേട്ടു. ഹനി അൻ ലകിയ ബത്ഹാ മക്ക, നിനക്ക് സ്വാഗതം മക്ക, ലാ ബത്ഹാ മക്ക എന്ന് വിളിച്ചു പറഞ്ഞു. അൽ യൗമ യുറദ്ദു ഇലൈകി നൂറു വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ, ഓ മക്ക ബത്ഹായെ, ഇന്നേ ദിവസം നിന്നിലേക്ക് നിന്റെ നൂറിനെയും പ്രകാശത്തെയും ദീനിനെയും നിന്റെ ബഹാ, അതുപോലെ തന്നെ നിന്റെ ഭംഗിയൊക്കെ മടക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? മക്കയുടെ കാവാടത്തിൽ നിന്ന് അവർ ഒരു എന്താണ് അശരീരി കേട്ടു. കാലത്ത് മഹദി പറയുന്നു, അപ്പൊ ഞാൻ നബിയെ വെച്ചു ലി ഉസ്ലിഹ സിയാബി, എന്റെ വസ്ത്രം നന്നാക്കാൻ വേണ്ടി. ഇപ്പൊ ആ സമയത്ത് ഹദ്ദത്തൻ ശരി, അപ്പോ ഒരു ശക്തിയായ ഒരു ശബ്ദം കേട്ടു. ഫലം മാറും, അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അശറന്നാഥോ ജനങ്ങളെ, ഐനസബി, എവിടെ കുട്ടി? ഖാല ഫഖാല ലം നറ ശൈആ ഫസഹത് വാ മുഹമ്മദ ഫൈദൻ ശൈഖുൻ ഫാൻ യതവക്കു അലാ അസ്വാഹു ഫഖാല ഇദ്ഹബി ഇലാ സ്വനമിൽ അഅ്ലം ഫഇൻ ശാഅ യർദഹു അലൈകി ഫഅൽ. ثم طاف الشيخ بالصنم فقبل رأسه وقال يا ربي لم تزل منتك على قريش وهذه السادية تزعم أن ابنها قد ضل فرده إن شئت. فانكب على وجهه وتساقط الأسنام وقالت إليك أن أيها الشيخ فهلاكنا على يدي محمد. فألقى الشيخ عصاه وارتعدا وقال إن لابنك ربا لا يضيعه فاطلبيه على مهل. فانحشرت قريش إلى عبد المطلب وطلبوا في جميع مكة فلم يجدوه. فطاف عبد المطلب الكعبة سابا وتضرع إلى الله يرده وقال يا ربي رد ولدي محمد اردده ربي واتخذ عندي يدا. يا ربي إن محمدا لم يوجد فشمل قومي كلهم تبددا. فسمع منادي ينادي من السماء. അതായത് നബിയെ കാണാതാ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സമയത്ത് അപ്പൊ എന്താ, ആകാശത്തു നിന്നൊരു വിളി കേട്ടു. മാശറന്നാസോ ജനങ്ങളെ, ലാ തളിജു ഫൈനലി മുഹമ്മദ് റബ്ബൻ ലാ യഖ്ലുദു വലാ യുളയ്യു. ആ നബിക്ക് ഒരു മുഹമ്മദിന് ഒരു റബ്ബുണ്ട്, നബിയെ പാഴാക്കുകയില്ല. ഫൈന മുഹമ്മദ് ബിവാദി തിഹാമ, തിഹാമ ചരിവിൽ നബിയുണ്ട്. അത് തന്നെ എന്താ സാജറത്തിൽ സമൂറ് വൃക്ഷത്തിന്റെ ചോട്ടിൽ അടുക്കലുണ്ട്. ഫസാറ അബ്ദുൽ മുത്തലിബ്, അപ്പൊ അബ്ദുൽ മുത്തലിബ് വറഖത്ത് ബിൻ നൗഫൽ ഫൈദൻ ചെന്നു. അപ്പൊ ഫൈദൻ നബിയും ഖായിമത്താത്ത ശജറ, അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്യാ, വൃക്ഷത്തിന്റെ ചോട് നിൽക്കുന്നുണ്ട്. എലബു ബിൽ അഹ്സാനി ബിൽ വബിൽ വറഖ, നബി കൊമ്പുകളെ കൊണ്ടും ആ ഇലകളെ കൊണ്ടും കളിക്കും. അപ്പൊ ആ നിലയ്ക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് മറ്റൊരു അഭിപ്രായം. അപ്പൊ ലാലന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വരേണ്ട. ഇനി വഖാല അല്ലാഹു തആല നബി മുഹമ്മദ് ഫയഹുദാ ബിഅൽ പറഞ്ഞ വജദക്കൽ അറബ് ശജറത.
ഇനി വക്കീല പറയപ്പെടുവാതൊക്കെ വാലൻ ലൈലത്തൽ മീറാജി എന്നാണ്. അങ്ങേ മീറാജിന്റെ രാത്രിയിൽ അങ്ങേ എന്തായി വാലായിട്ട് അങ്ങേ എത്തിച്ചു. ഹീനൻ സറഫാൻ ജിബീലും ജിബിരിയിൽ അങ്ങേ തൊട്ട് തിരിഞ്ഞു പോയല്ലോ. വാൻതലാതെ അരിഫത്തരി അങ്ങ് വഴി അറിയണില്ല. ജിബ്രീല് കുറച്ച് കഴിഞ്ഞപ്പോ നബി അല്ലെ ആകാശം കഴിഞ്ഞപ്പോ നബി തൊട്ട് വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ അർശിന്റെ ചാക്കിലേക്ക് അങ്ങേ അള്ളാഹു ഹിദായത്താക്കി വഴി കാണിച്ചു. അങ്ങനെയുമാണ് വഖാല അബൂബക്കർ വൈറു പറഞ്ഞു വാലൻ അങ്ങേ എത്തിച്ചു വാലടെ തൊഹിബു അബാ ത്വാലിബ് അങ്ങ് അബൂ ത്വാലിബിനെ ഇഷ്ടപ്പെടുന്നവനായിട്ട് എത്തിച്ചു. ഫാദാക്കൈല മഹബ്ബത്തി റബ്ബിക അപ്പൊ അങ്ങേ അള്ളാഹു റബ്ബിന്റെ ഇഷ്ടത്തിലേക്ക് വഴി കാണിച്ചു എന്നാണ്. ഇതാര് പറഞ്ഞ? അബൂബക്കറിൽ വറാഖ് പറഞ്ഞ. വഖാല ബസ്സാം ഇബ്നു അബ്ദുല്ല പറഞ്ഞു വജദക വാലൻ ബിനഫ്സിക ലാ തദ്രി മൻ അൻത അങ്ങേ പറ്റി അങ്ങേക്ക് വിവരമില്ലാത്തവനായിട്ട് എത്തിച്ചു. ഫറഫക ബിനഫ്സിക വഹാലിക അപ്പൊ അള്ളാഹ് അങ്ങേക്ക് അറിയിച്ചു തന്നു. അങ്ങയുടെ അവസ്ഥയും അങ്ങയെ പറ്റിയും അള്ളാഹു അറിയിച്ചു തന്നു എന്നാണ്. വഖാല ജുന്ദി പറയുന്നത് വജദക മുതഹയ്യിറൻ ബി ബയാനിൽ കിതാബീന ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പരിഭ്രമിച്ചതായിട്ട് അങ്ങേ എത്തിച്ചു. ഫഅല്ലമക്കൽ ബയാൻ അപ്പൊ അള്ളാഹു അങ്ങേക്ക് ബയാൻ പഠിപ്പിച്ചു തന്നു. ബയാൻ അതിന്റെ ബയാൻ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം അതിന്റെ ബയാനല്ലോ അള്ളാഹു പറഞ്ഞില്ലേ ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ അങ്ങയിലേക്ക് ഇറക്കപ്പെടുന്ന ഒന്നിനെ വിശദീകരിക്കാന്ന് പറഞ്ഞില്ലേ സൂറത്തുൻ നഹ്ലിൽ മുത്തകല്ലിമീങ്ങൾ പറഞ്ഞു. മുത്തകല്ലിമീങ്ങൾ ചിലർ പറഞ്ഞത് ഇദാ വജദത്തിൽ അറബു ശജറത്തൻ മുൻഫരിദത്തൻ ഫീ ഫലാത്തി മിനൽ അർളി ലാ ശജറ മഹാ സമൂഹ വാല്ലത്ത് എന്ന് പറയാം. അറബികള് ഭൂമിയിൽ ഒറ്റപ്പെട്ടതായിട്ട് വനഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു വൃക്ഷം കണ്ടാൽ അതിന്റെ കൂടെ മറ്റൊരു വൃക്ഷം ഇല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി വാല്ലത്തിനെന്ന് പറയാറുള്ളത്. അപ്പൊ അതുമൂലം വഴിയിലേക്ക് എന്തെയും വഴി കാണിക്കപ്പെടും. അപ്പൊ അപ്പൊ അള്ളാഹു പറഞ്ഞു നബീനോട് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞു വാലൻ അങ്ങേ ലാ അഹദലാ ദീനിക അങ്ങേ അള്ളാഹു എത്തിച്ചു ഒരാളും അങ്ങനെ ദീനിലില്ലാതെ വാന്ത വഹീദൻ അങ്ങ് ഏകനായിരുന്നു ലൈസമാക്കാതെ അങ്ങയുടെ കൂടെ ഒരാളും ഇല്ലായിരുന്നു. അങ്ങ് കാരണം സൃഷ്ടികളെ എന്നിലേക്ക് നാം വഴി കാണിച്ചു. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശം. കുൽത്തു ഞാൻ പറയുന്നു ഹാദിൽ അഖ്വാലു കുല്ലു ഹൈസാൻ ഈ പറഞ്ഞതെല്ലാം നല്ലത് തന്നെ ഒരുപാട് അഭിപ്രായം പറഞ്ഞു. സുമ്മ മിൻഹാ മാ ഹുവ മാനവി പിന്നെ അതിൽപ്പെട്ടതുണ്ട് മാനവിയായതുണ്ട്. വമിൻഹാ മാ ഹുവ ഹിസ്സിയൻ നമുക്ക് മാനവിയായിട്ടും എടുക്കാൻ പറ്റുന്നുണ്ട് അല്ല നേരെ തന്നെ ഹിസ്സിയായിട്ടും കിട്ടുന്ന അഭിപ്രായങ്ങളുണ്ട്. വൽ ഖൗലുൽ അഖീറു അഅജബു ഇലൈ അവസാനം പറഞ്ഞ ഖൗല് എന്നിലേക്ക് ഏറ്റവും അത്ഭുതകരമാണ്. ഈ പറഞ്ഞില്ലേ കാരണം യജ്മഉൽ അഖ്വാൽ മാനവിയ അത് ഈ മാനവിയായ എല്ലാ ഖൗലിനെ ഉൾപ്പെടുത്തുന്നു. വഖാല ഖൗമുൻ ചില ജനങ്ങൾ പറഞ്ഞു ഇന്നഹു കാന അലാ ജുംലത്തി മാ കാനൽ ഖൗമു അലൈഹി ലാ യുദ്ഹിറു ലഹും ഖിലാഫൻ അലാ ളാഹിൽ ഹാലി ഇന്നഹു കാന അലാ ജുംലത്തി മാ കാനൽ ഖൗമു അലൈഹി നബിയുടെ ജനത ഏതിലായിരുന്നു ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു നബി. ലാ യുദ്ഹിറു ലഹും ഖിലാഫൻ അലാ ളാഹിൽ ഹാലി ളാഹിൽ ഹാൽ പ്രകാരം ഖിലാഫിനെ വെളിവാക്കി അവർക്ക് നബി വെളിവാക്കിയിരുന്നില്ല. അമ്മ ശിർക്കു ഫലാ യുളന്നു ബിഹി ശിർക്ക് നബിയെ കൊണ്ട് ഭാവിക്കപ്പെടില്ല. വൽകാന അലാ മറാസിമിൽ ഖൗമി ഫി ളാഹിരി 40 സന 40 വർഷം ആ ജനതയുടെ എന്താണ് ചര്യയിലായിരുന്നു എന്ന് പറഞ്ഞു. വഖാലൽ ഖൽബി പറഞ്ഞു സുദ്ദി പറഞ്ഞു ഹാദാ അലാ ളാഹിരി ഇത് പറഞ്ഞു ളാഹിറാണ്. ഐ വജദക കാഫിറൻ വൽ ഖൗമു കുഫാറൻ ഫാദാക അങ്ങേ അള്ളാഹു എത്തിച്ചു കാഫിറായിട്ട് വൽ ഖൗമു കുഫാർ ജനങ്ങൾ കാഫിറാണ് ഫാദാക അപ്പൊ അള്ളാഹു അങ്ങേ ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞു. വഖദ് മല ഹാദൽ ഖൗലു വറദ്ദു അലൈഹി ഫീ സൂറത്തി ശൂറാ ശൂറാ സൂറത്തിൽ ഇതിന്റെ ഈ ഖൗലും അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സൂറത്ത് ശൂറയിൽ. വഖീല പറയപ്പെടും വജദക മഗ്മൂറൻ ബി അഹ്ലി ശിർക്കി ഫമയ്യസ അൻഹും അങ്ങ് ശിർക്കിന്റെ അഹ്ലുകാരെ കൊണ്ട് മൂടപ്പെട്ടിരിക്കണം. അപ്പൊ അള്ളാഹു അങ്ങ് അവരെ തൊട്ട്
വേർപിരിച്ചു. യുഖാൽ വല്ലൽ മാവു ഫി ലബനി എന്ന് പറയാറുണ്ടല്ലോ, പാലിൽ വെള്ളം എന്തായി മൂടി എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അർത്ഥം. വമിൻഹു അതിൽപ്പെട്ടതാണ് ഐദാ വലൽനാ ഫിൽ അർളീൻ, ഞങ്ങള് ഭൂമിയിൽ ചേർന്നു പോയാൽ അല്ലെ. ഐദാ വലൽന, അപ്പൊ വലൽനക്ക് ഒരുപാട് അർത്ഥമായിട്ടാണ്. ഐ ലഹിഖ്നാ ബിത്തുറാബ്, മണ്ണിനോട് ഞങ്ങൾ ചേർന്നാൽ, ഇന്ദ ദഫ്നി മറ ചെയ്യുന്ന സമയത്ത്, ഹത്താ കഅന്നാ ലാ നതമൈസു മിൻ ജുംലത്തിഹി, ഞങ്ങളാകും അതിന്റെ കൂട്ടത്തിൽ നിന്ന് വേർപിരിയാത്തതുപോലെ ആകുമല്ലോ. വഫിൽ ഖിറാഅത്തിൽ ഹസൻ വജക ളാല്ലം ഫഹദാ, ഇനി ഹസൻ എന്നവരുടെ ഖിറാഅത്തിലുണ്ട് വജക ളാല്ലൻ ഫഹദാ, ഐ വജക ളാല്ലു ഫഹതദാ ബിഹി വഹാദിഹി ഖിറാഅത്തുൻ അല തഫ്സീർ. അങ്ങേ ളാലെത്തിച്ചു ഫഹതദാ ബിഹി, അദ്ദേഹം അങ്ങേ നേരെ എത്തിച്ചു എന്ന അർത്ഥത്തിന് ലാലൻ എന്നായിട്ട്, ലാലൻ നമ്മ മഫൂലായിട്ട്, ഇവിടെ ലാലൻ എന്ന് ഫായിലായിട്ട്. അങ്ങയിലേക്ക് ജനങ്ങൾ എത്താത്ത ആളായിട്ട് അങ്ങേ എത്തിച്ചു. വലായിരിഫൂന, അങ്ങയുടെ ഖദർ അവർക്ക് അറിയില്ലായിരുന്നു. ഫാദൽ മുസ്ലിമീനയിലേക്ക്, അപ്പൊ മുസ്ലിമീങ്ങൾ അങ്ങയിലേക്ക് വരികയും അവർ വിശ്വസിക്കുകയും ചെയ്തു. ഇനി അങ്ങേ അള്ളാഹ് എത്തിച്ചു ആരായിട്ട്? ആയിലായിട്ട് എത്തിച്ചു. ഫഅഗ്ന, അപ്പൊ അള്ളാഹ് അങ്ങ് ദരിദ്രനായിട്ട് അള്ളാഹ് അങ്ങേ എത്തിച്ചു. അപ്പൊ അള്ളാഹു അങ്ങേ ധനികനാക്കി. ആയിരം അങ്ങക്ക് സമ്പത്തില്ലാത്ത ദരിദ്രനായി അള്ളാഹ് എത്തിച്ചു. ഖദീജ റളിയല്ലാഹുവിനെ കൊണ്ട് അങ്ങേ അള്ളാഹു സമ്പന്നനാക്കി. യുഖാല് പറയപ്പെടും ആല റജുലു യഈലു ഐലതൻ ഇദാ ഫഖറ. ആല എന്ന് വെച്ചാൽ എന്താണ്? ഫഖീറായി ദരിദ്രനാകുക. വഖാല ഉഹൈഹത്ത് ഇബ്നു ജുല്ലാ പറഞ്ഞു വമാ യദ്രിൽ ഫഖീറു മതാ ഗിനാഹു വമാ യദ്രിൽ ഗനിയ്യു മതാ യഈലു. ദരിദ്രൻ എപ്പോഴാണ് ധനികനാകുക എന്നോ ധനികൻ എപ്പോഴാണ് ദരിദ്രനാകുക എന്നറിയില്ല. അപ്പൊ ആലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാരിദ്ര്യം. വഖാല മുഖാതിൽ പറഞ്ഞു റിസ്കിൽ നിന്ന് അങ്ങക്ക് അല്ലാഹ് നൽകിയൊന്നുകൊണ്ട് അല്ലാഹ് തൃപ്തിപ്പെടുത്തി. വഖാല കൽബി പറഞ്ഞു കന്നാക ബിരിസ്ക്, റിസ്ക് കൊണ്ട് അല്ലാഹു അങ്ങേക്ക് എന്തായി തൃപ്തിപ്പെടുത്തി. വഖാല ഇബ്നു അത്താ പറഞ്ഞു വജദക ഫഖീറൻ നഫ്സി വഗന ഖൽബക, നഫ്സ് ഫഖീറായിട്ട് ദരിദ്രനായിട്ട് എത്തിച്ചു. അല്ലാഹു അങ്ങയുടെ ഹൃദയത്തെ അപ്പൊ ധനികനാക്കി. വഖാല അഖ്ഫജു വജദക ദാ അയാലിൻ, അങ്ങേ ഇയാള് കുടുംബമുള്ളവനായിട്ട് എത്തിച്ചു. ദലീലു ഫഅഗ്ന, അതിന്റെ ദലീല് അഗ്ന എന്ന ദലീൽ അല്ലേ. വമിൻഹു ഖൗലു ജരീർ അല്ലാഹു അൻസല ഫിൽ കിതാബി ഫരീദതൻ ലിബ്നി സബീലി വൽ ഫഖീറിൽ ആയിലി. വഖീല പറയപ്പെട്ടു വജദക ഫഖീറൻ മിനൽ ഹുജജി വൽ ബറാഹിൻ, അങ്ങേ അല്ലാഹ് ദരിദ്രനായിട്ട് തെളിവുകളിൽ നിന്ന് ദരിദ്രനായിട്ട് എത്തിച്ചു. ഫഅഗ്നാക ബിഹ, അപ്പോൾ അല്ലാഹ് അതുകൊണ്ട് അങ്ങേ എന്താക്കി? ധനികനാക്കി, ഐശ്വര്യവാനാക്കി. വഖീല പറയപ്പെട്ടു അഗ്നാക ബിമാ ഫതഹലക മിനൽ ഫുതൂഹി, അപ്പൊ അഗ്നാക വിജയങ്ങൾ നൽകി, അങ്ങേ വിജയങ്ങൾ കൊണ്ട് അല്ലാഹ് അങ്ങേ ധനികനാക്കി. വഅഫാഅഹു അലൈക മിൻ അംവാലിൽ കുഫാരി, കുഫാറുകളുടെ മുതലുകളിൽ നിന്ന് അങ്ങയുടെ മേൽ അല്ലാഹു ഫൈഹ് നൽകി. അൽ ഖുശൈരിയു, ഖുശൈരി വഫി ഹാദാ നദർ, ഈ പറഞ്ഞ നദർ ലഅന്ന സൂറത്ത മക്കിയതാണ്, ഈ സൂറത്ത് മക്കിയല്ലേ. വഇന്നമാ ഫുരിദൽ ജിഹാദു ബിൽ മദീന, ജിഹാദ് മദീനയിൽ വെച്ചല്ലേ ഫർളാക്കപ്പെട്ടത്. ബഖിറാത്തുൽ ആമത്തി, അപ്പൊ അവിടെ എന്തുണ്ട്? നദർ ഉണ്ടെന്നാണ്, ഈ പറഞ്ഞ അർത്ഥത്തിനല്ല. അതായത് വിജയങ്ങൾ നൽകിക്കൊണ്ട് അങ്ങേ അല്ലാഹ് ധനികനാക്കി എന്ന് പറഞ്ഞു. കാഫിരീങ്ങളുടെ മുതലുകളിൽ നിന്നൊക്കെ ആ പറഞ്ഞതിൽ നദറുണ്ട്. വഖിറാത്തുൽ ആമത്തി ആയിലൻ എന്നാണ്, ആമത്തിന്റെ ഓത്ത് ആയിലൻ എന്നാണ്. വജദക ആയിലൻ എന്നല്ലേ. ഇബ്നു സമൈഖി അയ്യലൻ ബി തശ്ദീദ് കൊണ്ട് മിസ്ലു ത്വയ്യിബി വഹയ്യിൻ ത്വയ്യിബ് അയ്യിലൻ, വജദക അയ്യിലൻ എന്ന് ഓതിയിട്ടുണ്ട്.
ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുകൊണ്ട് നബിയെ യതീമിങ്ങളെ അങ്ങ് എന്ത് ചെയ്യരുത്, അവരെ അങ്ങ് നിസാരമാക്കരുത്. വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവരെ അങ്ങ് ആട്ടി ഓടിക്കരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അങ്ങക്ക് ചെയ്ത റബ്ബ് ചെയ്ത അനുഗ്രഹത്തെ അങ്ങ് പറയുക. ഫീ അർബഅ മസാ. ഈ പറഞ്ഞതിൽ 4 മസലയുണ്ട്. അല്ലൂല ഒന്നാമത് ഖൗലുഹു തആല ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന് വെച്ചാൽ എന്താണ്? ഐ ലാ തുസല്ലിത് അലൈഹി ബിൽദുൽമി. അക്രമം കൊണ്ട് അവരുടെ മേൽ അങ്ങ് അധികാരം സ്ഥാപിക്കരുത് യതീമീങ്ങളുടെ മേൽ എന്നാണ്. ഐ ഇദ്ഫഅ ഇലൈഹി ഹഖ്ഖഹു. അവരുടെ അവകാശം അവർക്ക് നൽകണം. വദ്കുർ യുത്മക. അങ്ങയുടെ എന്താണ് യതീമിനെ ഓർക്കണം. ഖാലുൽ അഖ്ബശ്. അഖ്ബശ് ഇതിനെ പറഞ്ഞു, അങ്ങ് യതീമായിരുന്നല്ലോ, അതുകൊണ്ട് യതീമുകളുടെ അവകാശത്തെ അങ്ങ് തടഞ്ഞു വെക്കരുത്, അവരുടെ അവകാശം അവർക്ക് നൽകണം, അവരോട് അക്രമം ചെയ്യരുതെന്നാണ്. വഖീല ബറഹുമാ ലുഗത്താനി ബിമാനൻ. അത് രണ്ടും മാനയിൽ 2 ലുഗത്താണ്.